ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച സർക്കാർ. നടപടി നേരിട്ടവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരായ താൽക്കാലിക ജീവനക്കാരാണ്. കൂടുതൽ തട്ടിപ്പുകാരുള്ള ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലും നടപടികളില്ല. ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ കൃഷി വകുപ്പിലെ 6 പേർ ഭൂരിപക്ഷവും പാർട്ട് ടൈം ജീവനക്കാരാണ്. മൃഗസംരക്ഷണ വകുപ്പിലെ 72 പേർക്കെതിരെയും പൊതുഭരണ വകുപ്പിലെ 6 പേർക്കെതിരെയും നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നായിരുന്നു ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരുമടക്കം ഈ പട്ടികയിലുണ്ടെന്നിരിക്കെയാണ് ഭരണ സംവിധാനത്തിന്റെ താഴെത്തട്ടിലുള്ള ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നത്. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഉള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 2ാം സ്ഥാനത്ത്. 373 പേർ ആരോഗ്യ വകുപ്പിലും 222 പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലും അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. എന്നാൽ തട്ടിയെടുത്ത തുക തിരികെ പിടിക്കാനോ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനോ പ്രാഥമിക നീക്കങ്ങൾ പോലും ഇരു വകുപ്പുകളിലും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരായ കുറച്ച് ജീവനക്കാർക്കെതിരെ മാത്രം നടപടിയെടുത്ത് വിവാദങ്ങൾ ഒതുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. അനർഹർക്ക് പെൻഷൻ തട്ടാൻ കൂട്ടുനിന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയും നടപടിയില്ല. രാഷ്ട്രീയ ഉന്നതതല സമ്മർദ്ദം മൂലമാണിതെന്ന് ആക്ഷേപം. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ വിജിലൻസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടാകുന്നതും പ്രഖ്യാപനത്തിലൊതുങ്ങി. ജനം, തിരുവനന്തപുരം.